എല്ലാവർക്കും നമസ്കാരം. ഗ്രാമ്പു അഥവാ കരയാമ്പു. നമ്മുടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗ്രാമ്പു ഉപയോഗിച്ചുള്ള ചില ഒറ്റമൂലികളെപ്പറ്റി നോക്കാം. പല്ലുവേദനയ്ക്ക് കേടുവന്ന പല്ലിനിടയിൽ ഒരു ഗ്രാമ്പു കടിച്ചു പിടിക്കുകയോ ഗ്രാമ്പുവിന്റെ എണ്ണ പുരട്ടുകയോ ചെയ്യുക. മോണ വീക്കത്തിന് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകുക. ഗ്രാമ്പു ചേർത്ത ചായ കുടിക്കുന്നത് വയറിലെ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കും. ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്രാമ്പു ചവയ്ക്കുന്നത് നെഞ്ചെരിച്ചിലും അസിഡിറ്റിയും കുറയ്ക്കും. ഛർദിക്ക് ഗ്രാമ്പു വറുത്തു പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക. വയറിളക്കത്തിന് ഗ്രാമ്പു തിളപ്പിച്ച വെള്ളം കുടിക്കുക. മലബന്ധത്തിന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഗ്രാമ്പു വെള്ളം കുടിക്കുക. ഇഞ്ചിനീരും ഗ്രാമ്പുവിന്റെ പൊടിയും ചേർത്ത് കഴിക്കുന്നത് വിശപ്പ് വർദ്ധിപ്പിക്കും. ഗ്രാമ്പുവും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുന്നത് ചുമ കുറയ്ക്കാൻ നല്ലതാണ്. തൊണ്ടവേദനയ്ക്ക് ചൂടുവെള്ളത്തിൽ ഗ്രാമ്പുവിന്റെ പൊടിയും ഉപ്പും ചേർത്ത് കവിൾ കൊള്ളുക. കഫക്കെട്ടിന് ഗ്രാമ്പു ഇട്ട ചായയിൽ തുളസിയില ചേർത്ത് കുടിക്കുക. മുഖക്കുരുവിന് ഗ്രാമ്പുവിന്റെ എണ്ണ തേനിൽ കലർത്തി മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടുക. ഫംഗസ് അണുബാധയ്ക്ക് ഗ്രാമ്പുവിന്റെ വെള്ളം കൊണ്ട് അണുബാധയുള്ള ഭാഗം കഴുകുക. ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ഗ്രാമ്പു വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് ചർമ്മത്തിന് തിളക്കം നൽകും. തലവേദനയ്ക്ക് ഗ്രാമ്പുവിന്റെ പൊടി പാലും ഉപ്പും ചേർത്ത് നെറ്റിയിൽ പുരട്ടുക. സന്ധിവേദനയ്ക്ക് ഗ്രാമ്പുവിന്റെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് വേദനയും നീരും കുറയ്ക്കും. വ്യായാമത്തിന് ശേഷമുള്ള പേശവേദനയ്ക്ക് ഗ്രാമ്പുവിന്റെ എണ്ണ നല്ലതാണ്. മുട്ടുവേദനയ്ക്ക് കടുകെണ്ണയിൽ ഗ്രാമ്പു ഇട്ട് മൂപ്പിച്ച് തേക്കുന്നത് ആശ്വാസം നൽകും. കടന്നലിന്റെ കുത്തേറ്റാൽ ഗ്രാമ്പു അരച്ച് പുരട്ടുന്നത് വിഷമിറങ്ങാൻ സഹായിക്കും. ഗ്രാമ്പുവിന്റെ വെള്ളം കൊണ്ട് തല കഴുകുന്നത് തലയോട്ടിയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കും. താരൻ മാറാൻ ഗ്രാമ്പുവിന്റെ എണ്ണ വെളിച്ചെണ്ണയിൽ കലർത്തി തേക്കുക. രക്തത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഗ്രാമ്പുവിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കരിക്കിൻ വെള്ളത്തിൽ ഗ്രാമ്പുവിന്റെ പൊടി ചേർത്ത് കുടിക്കുന്നത് മൂത്രക്കല്ലിന് ആശ്വാസം നൽകും. കുട്ടികളിലെ കൃമിശല്യത്തിന് ഗ്രാമ്പുവിന്റെ വെള്ളം കൊടുക്കുക. തുളസിയും ഗ്രാമ്പുവും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. മൂത്രനാളിയിലെ അണുബാധയ്ക്ക് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ബാക്ടീരിയകളെ പുറന്തള്ളാൻ സഹായിക്കും. മുറിവുകളിൽ ഗ്രാമ്പുവിന്റെ വെള്ളം പുരട്ടുന്നത് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. ആർത്തവ സമയത്തെ അമിതമായ വയറുവേദന കുറയ്ക്കാൻ ഗ്രാമ്പു ഇട്ട ചായ കുടിക്കുന്നത് നല്ലതാണ്. ഗ്രാമ്പു ചവയ്ക്കുന്നത് വായിലെ അൾസർ മാറാൻ സഹായിക്കും. ഗ്രാമ്പു പേസ്റ്റ് പോലെയാക്കി നെറ്റിയിലിടുന്നത് സൈനസ് മൂലമുള്ള തലവേദന കുറയ്ക്കാൻ സഹായിക്കും. നഖത്തിലുണ്ടാകുന്ന ഫംഗസ് അണുബാധയ്ക്ക് ഗ്രാമ്പുവിന്റെ എണ്ണ നഖത്തിൽ പുരട്ടുക. ഗ്രാമ്പു ഗുണമുള്ളതാണെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. രക്തം കട്ടപിടിപ്പിക്കുന്നത് തടയുന്ന മരുന്നുകൾ കഴിക്കുന്നവർ ഗ്രാമ്പു അമിതമായി ഉപയോഗിക്കരുത്. ചിലർക്ക് ഗ്രാമ്പുവിന്റെ എണ്ണ ചർമ്മത്തിൽ പുരട്ടുമ്പോൾ ചൊറിച്ചിലോ തടുപ്പോ ഉണ്ടാകാം. ഗ്രാമ്പു എണ്ണ നേരിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകരുത്.